ഗുഡ് മോർണിംഗ് സർ. കൊള്ളാം. ഇന്ന് എം ഡി തികച്ചും ഒഫീഷ്യലായിട്ടാണല്ലോ പെരുമാറുന്നത്. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ എം ഡി ഇരിക്കൂ. ചെയർമാനല്ലേ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകേണ്ടത്. അദ്ദേഹം തന്നെ വൈകി വരുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശക്തനായ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉള്ളപ്പോൾ ചെയർമാൻ അല്പം വൈകി വന്നാലും കാര്യങ്ങൾ നടക്കും. മാനേജിംഗ് ഡയറക്ടർ ഒരു 50,000 റുപ്പീസ് ക്യാഷായിട്ട് വേണമെങ്കിൽ തൻ്റെ കീഴിലുള്ളവരുടെ മുമ്പിൽ കൈനീട്ടണം. അവർ പറയുന്ന പഴഞ്ച നിയമങ്ങൾ അനുസരിക്കണം. ലേബർ വേസ് കൊടുക്കാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നില്ലേ, അതിൽ നിന്നും എടുത്ത് ചില്ലറ കണക്കുകളിൽ പെടുത്തി വൗച്ചർ എഴുതി അങ്ങ് ക്ലോസ് ചെയ്താൽ പോരെ. അതായത് ഇപ്പോൾ രാകേഷിന്റെ ചിലവിനായി എടുക്കുന്ന 50,000 രൂപ അക്കൗണ്ടിൽ കള്ളക്കണക്കായി കാണിക്കണം. ആ പണം രാകേഷിന്റെ സാലറി അക്കൗണ്ടിൽ ഉൾപ്പെടുത്തരുത്. ഇതല്ലേ എൻ്റെ ബ്രദറിൻലോ പറഞ്ഞതിൻ്റെ അർത്ഥം? എക്സാക്ട്ലി. അങ്ങനൊരു പതിവ് നമ്മുടെ കമ്പനിയിൽ ഇല്ല. രാകേഷ് ചെയ്യുന്ന പോലെ എനിക്കും ചെയ്തൂടെ? ചെയ്യണം. നമുക്ക് രണ്ടുപേർക്കും എപ്പോൾ വേണമെങ്കിലും ക്യാഷ് എടുത്ത് ചിലവാക്കാനുള്ള അവകാശം വേണം. അതുപോലെ ചെക്കിൽ മാനേജിംഗ് ഡയറക്ടർ മാത്രം ഒപ്പിട്ടാ പോരെ. ഡയറക്ടർ ഫിനാൻസ് ഒപ്പിടേണ്ട കാര്യം എന്താ? നമ്മുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കൂ. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുത്തണം. വി ആർ ദ പ്രൊപ്പറേറ്റേഴ്സ് ഓഫ് ദ കമ്പനി. അല്ല രാകേഷ്, വി ആർ നോട്ട് ദ പ്രൊപ്പറേറ്റേഴ്സ്. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് അമ്മയായിരുന്നു ഈ കമ്പനിയുടെ പ്രൊപ്പറേറ്റേഴ്സ്. ഞാൻ വളർന്നപ്പോൾ അമ്മയുടെ ലീഗൽ അഡ്വൈസേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ച് ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാക്കി മാറ്റി. രണ്ട് പാർട്ട്നേഴ്സ്, വിശാലാക്ഷി അമ്മാൾ ആൻഡ് ബാലസുബ്രഹ്മണ്യം. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അതീതമായി സ്ഥാപനം വളർന്നപ്പോൾ ഞാനും അമ്മയും ചേർന്ന് കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങി. കഷ്ടപ്പെട്ട കാലത്ത് അമ്മയെ സഹായിച്ച ചില വ്യക്തികളുടെ മക്കളെയും എൻ്റെ ചില അടുത്ത കൂട്ടുകാരെയും അമ്മ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തി. ത്യാഗവും സെൽവരാജും ഒക്കെ അങ്ങനെയാണ് ഡയറക്ടർ ബോർഡിൽ വന്നത്. ഫോർ യുവർ ഇൻഫർമേഷൻ, സെൽവരാജിന്റെ അമ്മ പണ്ട് അമ്മ നടത്തിയ ചെറിയ സ്ഥാപനത്തിൽ ഒരു നെയ്ത്തുകാരിയായിരുന്നു. വെറുതെ അല്ല അവൻ എപ്പോഴും വിശാലാക്ഷി അമ്മളെ പൊക്കി പറയുന്നത്. ബാലു തന്നെ പറഞ്ഞിട്ടില്ലേ, വിശാലാക്ഷി അമ്മള നിന്റെ അമ്മയല്ല, നിന്റെ അച്ഛൻ്റെ വേലക്കാരി മാത്രമായിരുന്നു എന്ന്. കമ്പനി സ്ഥാപിച്ചത് നിന്റെ അച്ഛനാണ്. നിന്റെ അച്ഛൻ്റെ മരണശേഷം അവർ കാണിച്ചതെല്ലാം തോന്നിയാസങ്ങൾ. ഏതായാലും നീ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. കമ്പനിയിൽ ഇപ്പോൾ അവർക്ക് യാതൊരു അവകാശവുമില്ല. ഇനിയെങ്കിലും അവരുണ്ടാക്കി വെച്ച പഴഞ്ചൻ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് മാറ്റിക്കൂടെ? കാലം മാറി. ബിസിനസ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് വളരെ വളർന്നു. എന്താണ് രാകേഷ് ആഗ്രഹിക്കുന്ന മാറ്റം? ബാങ്ക് വഴിയായിട്ട് മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻസ് നിലനിർത്തിയാൽ അമിതമായ ലാഭം വരും. അപ്പോൾ വളരെ വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മുടെ കമ്പനിക്ക് വേണ്ടത്ര ഓർഡേഴ്സ് കിട്ടുന്നത് നമ്മൾ നല്ല ടാക്സ് പേയേഴ്സ് ആയതുകൊണ്ടാണ്. ലാഭമുള്ള കമ്പനിയിൽ മാത്രമേ കസ്റ്റമേഴ്സും ബാങ്കുകാരും താല്പര്യം കാണിക്കൂ. ബാലു, ഞാനും ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത്. 4 തലമുറകളായി ഞങ്ങളും ഈ ടെക്സ്റ്റൈൽ ഫീൽഡിലുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ രാകേഷിന്റെ ഫാദർ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ കടകളും പൂട്ടിയില്ലേ? ഇപ്പോൾ ഹേമ സ്വന്തമായി തുടങ്ങിയ സാരി സെന്റർ മാത്രമല്ലേ അവശേഷിക്കുന്ന ഏക സ്ഥാപനം. രാകേഷ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസ് നമുക്ക് ഉപകരിക്കുമെന്നുള്ളത് ശരി തന്നെ. പക്ഷേ അത് മാത്രം നോക്കിയല്ല ഞാൻ നിന്നെ എൻ്റെ കമ്പനിയുടെ MD ആക്കിയത്. എൻ്റെ ഭാര്യയുടെ കുടുംബത്തെ സഹായിക്കാൻ കൂടിയാണ്. രാകേഷിന് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്. യു ആർ നോട്ട് മാരീഡ്. നിനക്ക് എന്തിനാ ഇപ്പൊ 50,000 രൂപ? ടെൽ മീ. എനിക്ക് കുറച്ച് പേഴ്സണൽ ലോൺസ് കൊടുത്തു തീർക്കാനുണ്ട്. ശിവനും കാർത്തികിനും ക്യാഷായിട്ടാണ് ഞാൻ വാങ്ങിയത്. ക്യാഷായിട്ട് തന്നെ കൊടുത്തു തീർക്കണം. നിന്റെ വളർത്ത മേച്ച ഗുണ്ടകളെന്ന് എൻ്റെ 2 ഫ്രണ്ട്സിനെ തല്ലി ചതിച്ചില്ലേ? അതിനുശേഷം ഞാൻ അവരുമായിട്ട് നല്ല ടൈംസിലല്ല. ഓക്കെ, എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ ക്യാഷൊക്കെ തരാം. മാറിയെടുത്തോളൂ. താങ്ക് യു. എന്താണ് ഈ സമയത്ത്? ഓഫീസിൽ പോയില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? ഇത്ര പെട്ടെന്ന് എന്ത് പറ്റിയെണ്ണ? കമ്പനിയിൽ എന്തെങ്കിലും? നിന്നോട് മാത്രമായിട്ട് സംസാരിക്കാനുള്ള കാര്യമാണ്. നമുക്ക് മുകളിലേക്ക് പോവാം. ഐ ഡോണ്ട് വാണ്ട് സെർവൻസ് ടു ഹിയർ ഇറ്റ്. കം ഓൺ.
തുടക്കത്തിൽ തന്നെ നീ എന്റെ പ്ലാൻസ് ഒക്കെ തകർത്ത് കളഞ്ഞു അല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്തിനാണ് അണ്ണൻ എന്നെ അടിച്ചത്? നീ എങ്ങനെ ബാലുവിന്റെ ഭാര്യയായി? അതിന് ഞാൻ എത്ര വലിയ റിസ്ക് എടുത്തത്. എന്നിട്ട് നീ നമ്മുടെ കുടുംബത്തിന്റെ മുഴുവൻ ചരിത്രം അവനോട് പറഞ്ഞിരിക്കുന്നു ഇത്ര പെട്ടെന്ന്. ഞാൻ എന്തിനാ നമ്മുടെ കുടുംബചരിത്രം ബാലുവിനോട് പറയുന്നത്? ഈ സിറ്റിയിൽ ആർക്കാണ് നമ്മുടെ അച്ഛന്റെ ബിസിനസ് തകർന്ന കഥ അറിയാൻ പാടില്ലാത്തത്? ഇതങ്ങനെയല്ല. അച്ഛന്റെ മരണശേഷം നമ്മുടെ 4 കടകളും പൂട്ടിയ കാര്യവും നീ തുടങ്ങി വെച്ച സാരി സെന്ററിന്റെ വരുമാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെന്ന് നീ അവനോട് പറഞ്ഞു. സാരി സെന്ററിന്റെ ഉടമസ്ഥ ഞാനാണെന്ന കാര്യം ബാലുവിന് നേരത്തെ അറിയാമായിരുന്നു. നമ്മൾ ഒരുമിച്ച് കൂടിയ പല അവസരങ്ങളിലും അണ്ണൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിന്നെ തലയിൽ ചുമന്ന് നടന്ന് എന്റെ എല്ലാ സുഖങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ടിപ്പം നീ നിന്റെ സുഖം മാത്രം നോക്കുന്നു. Ours is a joint family. Don't forget it. ഞാൻ എന്ത് ചെയ്യണം? അണ്ണൻ പറയേ. വിവാഹത്തിന് മുമ്പ് ബാലുവിന് എന്നോടുണ്ടായിരുന്ന റെസ്പെക്ട് ഇപ്പോഴില്ല. എന്നെ കമ്പനിയുടെ MD ആക്കിയതും വിശാലാക്ഷയമ്മൾ വേണ്ടാന്ന് വെച്ച് പോയ ഷെയറിന്റെ 25% എനിക്ക് തന്നതും ദാരിദ്ര്യം അനുഭവിക്കുന്ന എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ബാലു എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കമ്പനിയിൽ നിന്ന് ക്യാഷ് ആയിട്ട് ഒരു 50,000 എടുക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല. നീ എന്നോടൊപ്പം നിന്ന് കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിന് അന്തസ്സ് വീണ്ടെടുക്കുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എന്റെ വിവാഹം നടന്നത് വഞ്ചനയിലൂടെയാ. അത് അണ്ണനും എനിക്കും ത്യാഗുവിനും അറിയാവുന്നതുപോലെ ബാലുവിനും അറിയാം. ആദ്യ രാത്രി തന്നെ ബാലു അതെന്നോട് തുറന്നു പറയുകയും ചെയ്തില്ലേ? ഞാൻ കാല് പിടിച്ച് കരഞ്ഞതും സാവധാനത്തിൽ അദ്ദേഹം കൂൾ ഡൗൺ ചെയ്തതും എല്ലാം ഞാൻ അണ്ണനോട് പറഞ്ഞതല്ലേ? ഇപ്പൊ അദ്ദേഹം ആ കാര്യം പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാറില്ല. എന്നെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഞാൻ ബാലുവിനെ സ്നേഹിക്കുന്നു. വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചെയ്ത വഞ്ചന ഭാര്യയായ ശേഷവും തുടർന്നുകൊണ്ടിരിക്കണമെന്നാണോ അണ്ണൻ പറയുന്നത്? വഞ്ചന, ചതി, ചീറ്റി തുടങ്ങിയ വേർഡ്സ് ആണ് നിന്റെ മനസ്സിനെ കുഴയ്ക്കുന്നത്. ആ വാക്കുകൾ മറന്നിട്ട് നീ ഒരു പുതിയ രീതിയിൽ ഈ വിഷയത്തിനെ സമീപിക്കണം. നമുക്ക് ജയിക്കണം. അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്ലാനിങ്, മലയാളത്തിൽ എന്താ അതിന് പറയാം, ആസൂത്രണം. അതെ, അത് മാത്രമാണിത്. വിശാലാക്ഷി അമ്മാളിന്റെ മൂട് താങ്ങികളായ ചിലർ ഇനിയും കമ്പനിയിലുണ്ട്. ആ ശെൽവരാജിനെ പോലെയുള്ളവർ. അവരെ പുറത്താക്കി ഒരു ശുദ്ധീകരണം നടത്തണം. കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സ് നമ്മൾ 3 പേരുടെ മാത്രമാവണം. ബാലു, ഹേമ ആൻഡ് രാകേഷ്. അങ്ങനെ 3 പേർ. നല്ല അടിത്തറയുള്ള കമ്പനിയായത്. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പെർമനന്റ് കസ്റ്റമേഴ്സ് തന്നെ ധാരാളം. ഓർഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. തൽക്കാലം ഞാൻ പോവുക. ഏയ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. സോറി മോളെ. വന്ന വരവിലെ ദേഷ്യത്തിൽ നിന്നെ ഞാൻ അടിച്ചു. ദേ, വേണമെങ്കിൽ അണ്ണന്റെ കാരണത്ത് നീയും അടിച്ചവരടി. എന്താ അണ്ണ ഇത്? ഓക്കെ. വാട്ട് എ സർപ്രൈസ്. 50,000 ക്യാഷ് ചെക്കുമായി നീ നേരെ ബാങ്കിലേക്ക് പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം ഓൺ മൈ വേ. നിന്റെ കവിള് ചുമന്തടിച്ചിരിക്കുന്നു. എന്തു പറ്റി? അത് ഞാൻ കുളിമുറിയിലൊന്ന് വീണു. അപ്പോ കവള് ചുമരിൽ അടിച്ചതാ. എന്തിനാ നീ എന്നോട് കള്ളം പറയുന്നത്? രാകേഷ് നിന്റെ കരണത്തടിച്ചെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ? അവൻ നിന്റെ അണ്ണനാണ്, രക്ഷകർത്താവാണ്. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്ന് കിടത്തിയതും നിന്റെ സഹോദരനായ രാകേഷ് തന്നെ. ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ലജ്ജ തോന്നുക. കാലിന്റെ പെരുവിരളിന്ന് രക്തത്തിലൂടെ ഒരു പാമ്പിഴഞ്ഞ് കയറി വന്ന് ഹൃദയത്തിൽ കൊത്തുന്ന പോലെ തോന്നും. പക്ഷെ എന്തു ചെയ്യാം, ഇപ്പൊ നീ എന്റെ ഭാര്യയാണ്. മിസ്സസ് ബാലസുബ്രഹ്മണ്യത്തെ അവളുടെ വീട്ടിൽ വന്ന് കരണത്തടിക്കാൻ നിന്റെ അണ്ണന് അവകാശമില്ല. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം പറയണം നീയല്ല, അവൻ. വേണ്ട, ഇതേപ്പറ്റി ബാലു അണ്ണനോടൊന്നും ചോദിക്കരുത്. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേര് ചെയ്തു പോയതാ. അല്ല, അവൻ വിഭാവന ചെയ്ത രീതിയിൽ നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും എന്റെ ജോലിക്കാരെ സമ്മതിക്കില്ലെന്ന് ഇന്ന് രാകേഷിന് മനസ്സിലായി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ എന്നോടുള്ള ദേഷ്യം ഇവിടെ വന്ന് അവൻ നിന്നോട് തീർത്തു. ഇങ്ങനെ പോയാൽ
രാകേഷ് നമ്മുടെ കമ്പനിയിൽ MD ആയി തുടരണമെങ്കിൽ ദിവസവും നീ അവൻ്റെ അടി കൊള്ളാൻ തയ്യാറാവണം. അയ്യോ അങ്ങനെയല്ല, ഞങ്ങളുടെ കുടുംബ സാമ്പത്തിക തകർച്ചയിലാണെന്ന കാര്യം ഞാൻ പറഞ്ഞാണ് ബാലു അറിഞ്ഞതെന്ന് അണ്ണൻ സംശയിക്കുന്നു. കമ്പനിയിൽ MDയുടെ സ്ഥാനം നൽകിയത് ഞങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് ബാലു അണ്ണനോട് പറഞ്ഞത്രേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കാം. ഹേമ നിർബന്ധിച്ചുകൊണ്ടല്ലേ അമ്മ വിട്ടിട്ട് പോയ കമ്പനിയുടെ ഷെയറിൽ പകുതി നിനക്കും രാകേഷിനുമ ഞാൻ വീതിച്ചു തന്നത്. നീയും രാകേഷും ത്യാഗുവിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതും ഞാൻ സമ്മതിച്ചു. ത്യാഗുവിനെ അവൻ്റെ സഹപ്രവർത്തകർക്ക് പോലും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ നിന്റെ അണ്ണൻ MD ആയി. പക്ഷേ എല്ലാ ദിവസവും കണക്കി കാണിക്കാതെ MD തൻ്റെ സ്വകാര്യ കടങ്ങൾ വീട്ടാനായി 50,000 1 ലക്ഷം എടുത്താൽ ഈ സ്ഥാപനം എത്ര വർഷം നിലനിൽക്കും? അണ്ണൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കമ്പനി നിയമം അനുസരിച്ച് ക്യാഷ് പേയ്മെൻറ്റ് സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 50,000 ക്യാഷ് ചെക്ക് എഴുതി കൊടുത്തു. ആ ചെക്ക് വാങ്ങി പോക്കറ്റിലിട്ടോണ്ടാ അവൻ ഇവിടെ വന്ന് നിന്റെ കർണത്തടിച്ചത്. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിലെ ഇയാഗോയെ പോലെയാണ് ത്യാഗു. കാരണമില്ലാതെ അസൂയ തോന്നിയാൽ കമ്പനിയെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കവൻ. അത് മറ്റൊരു ചുഴി. ബന്ധുവും ശത്രുവും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തുല്യം. രാജമ്മ ചേച്ചി തുടങ്ങി വെച്ച പദ്ധതി വിജയിച്ചോ? അതോ സുശീല ചേച്ചിയുടെയും ആ അഹങ്കാരി സുഭദ്രയുടെയും മുമ്പില് തോറ്റ് തൊപ്പിയിട്ടോ? തോൽക്കാനോ? ഞാൻ ഇന്നേ വരെ ഒരു മത്സരത്തിലും തോറ്റിട്ടില്ല. എന്നു മാത്രമല്ല, സരോജം എല്ലാം നേരത്തെ പറഞ്ഞതുകൊണ്ട് അടി കൊള്ളേണ്ടവർക്ക് മർമ്മത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചു. ആ കൊച്ചേട്ടന്റെ മനസ്സെങ്ങനെ? വല്ല മാറ്റമുണ്ടോ? നളിനിയുടെ ഭർത്താവല്ലേ? ഭാര്യ വിചാരിച്ച ഭർത്താവിനെ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ധൈര്യം വേണം. ഓ, എന്റെ മോക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് അവള് ചെയ്യേണ്ട ജോലി കൂടി ഞാനങ്ങ് ചെയ്യുമല്ലേ. എന്റെ മരുമകനെ ഞാനിപ്പോ സുകുമാരൻ മുതലാളിനെ വിളിക്കൂ. പിന്നെ സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണം, കൂട്ടത്തിൽ ചില ഉപദേശങ്ങളും കൊടുത്ത് സുകുമാരനെ ഞാൻ എന്റെ വശത്താക്കി എടുത്തു. ഇപ്പം ഞാൻ ഇങ്ങനെയൊന്ന് ഞൊട്ടിയാൽ പട്ടിയെ പോലെ സുകുമാരൻ എന്റെ പിന്നാലെ വരും. ഞാനൊരു വട്ടം വരച്ച് അതിനകത്ത് കയറി നിൽക്കാൻ പറഞ്ഞാൽ സുകുമാരൻ ആ വട്ടത്തിനകത്ത് നിൽക്കും. ഞാനീ മുതലാളിന്നേ സുകുമാരനെ വിളിക്കൂ. ആ വിളി പുള്ളിക്കാരന് വലിയ ഇഷ്ടമാ. അല്ല, കരുണാരൻ മുതലാളിയുടെ അനന്തരാവകാശിയല്ലേ? അപ്പൊ സുകുമാരനും മുതലാളി തന്നെ. അത്യാവശ്യത്തിന് വഴക്കം തല്ലൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? വഴക്കില്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. സുകുമാരനോടെ അനന്തരവള് സുഭദ്ര യാതൊരു ബഹുമാനവും ഇല്ലാതെ അല്ലേ പെരുമാറിയിരുന്നത്. ഒരു ദിവസം സ്ക്രൂ കയറ്റി ഞാൻ സുകുമാരനെ അങ്ങ് പൊക്കി. സുകുമാരൻ സുഭദ്രയുടെ കരണത്ത് തന്നെ ഒരടി കൊടുത്തു. വീണ്ടും അടിച്ചപ്പോ സുശീല ആളങ്ങ് മാറി. സുകുമാരന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് എന്റെ മോളെ തൊട്ടു പോവരുത് എന്ന് പറഞ്ഞു. കൊച്ചേട്ടൻ എന്താ വേണ്ടത്? സ്വത്തോ? അത് ഞാനങ്ങ് ഭാഗിച്ചു തന്നേക്കാം എന്നും പറഞ്ഞു. അതെ, നിങ്ങളുടെ പഴയ പൊട്ടൻ കൊച്ചേട്ടനൊന്നും അല്ല ഇപ്പൊ സുകുമാരൻ. വേഷവും ഭാവവും ഒക്കെ മാറി സാക്ഷാൽ മുതലാളിയായിട്ടാ നടപ്പ്. ഇതുകൊണ്ടൊന്നും ആയില്ല. സ്വത്തിന്റെ നേർ പകുതി പിരിച്ചു തരാൻ പറയണം. കൊച്ചേട്ടന് അവകാശപ്പെട്ട സ്വത്ത് വെച്ച് അനുഭവിക്കാൻ സുശീല ചേച്ചിക്ക് എന്താ അവകാശം? അല്ല, സരോജി എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഈ ആവണശ്ശേരി രാജ്യമ്മ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൂ? സുശീലയുടെ കയ്യിലുള്ള സ്വത്തിന്റെ നേർപകുതി സുകുമാരന്റെ പേർക്ക് അവൾ എഴുതി വെക്കുന്നത് വരെ ഞാൻ ഈ യുദ്ധം തുടരും. യാതൊരു സംശയവും വേണ്ട. അതെ, തൽക്കാലം അവര് കുക്ക് ചെയ്യുന്ന ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? അത് ശരിയല്ല.
ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകരുത്. ഉം, ശത്രുക്കളായി നിന്നാലേ യുദ്ധത്തിന് ശക്തി ഉണ്ടാവൂ. ഉം, ഉം. വേപ്പ് രണ്ടാക്കണം. നിങ്ങൾക്കൊരടുക്കള, അവർക്ക് വേറെ അടുക്കള. വീട് രണ്ടായി ഭാഗിക്കാൻ പറയണം. ഒരു നില നിങ്ങൾക്ക്, ഒരു നില അവർക്ക്. പിന്നെ കേറി ചെല്ലുന്ന ഹാൾ കോമൺ ആക്കണം. വേറെ വഴിയില്ലല്ലോ. ഒരു കാര്യം ചെയ്താ മതി. മരം കൊണ്ട് ഒരു വേലി കെട്ടി ഹാളിന്റെ മധ്യത്തിലങ്ങ് വെക്ക്. അത് വളരെ ശരിയാ.